പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുകയെന്ന് കേട്ടോ. പെരുന്നാളോട് അടുത്തെത്താറായല്ലോ അല്ലേ, ഇനി ഒരു 2-3 ഡേക്ക് കിട്ടിയാലായിട്ടോ. അങ്ങനെ ഫസ്റ്റ് ഞാൻ മോൾക്ക് ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ നാട്ടിലാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. കുന്നുംപുറത്താണ് കിഡ്സ് പാക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. മക്കൾക്ക് ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു പാടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവരെ പിടുത്തത്ത് കിട്ടൂല കേട്ടോ. കണ്ടോ ഇതൊക്കെ ഓടണ കണ്ടോ, അങ്ങനെ ഇങ്ങനെ തെരിയാന്ന് കേട്ടോ മോൾക്ക് പറ്റിയ ഡ്രസ്സൊക്കെ. ഇതൊക്കെ ഇടണമെങ്കിൽ ഒന്നുകൂടി വലുതാക്കണം. അങ്ങനെ നമ്മളിതാ ഓരോന്നിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് കേട്ടോ. ആൾക്ക് ജീൻസിൻ്റെ ഫാൻറ്റും ടീഷർട്ടൊക്കെയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ വല്ല തിരിഞ്ഞിട്ടില്ല, വേഗം ജീൻസിൻ്റെ ഫാൻറ്റും ടീഷർട്ടും എടുത്തിട്ടോ. പിന്നെ മോന് ആദ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സ് എടുക്കാനാണ് ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ പോരാൻ. പക്ഷെ കടയിൽ എത്തിയാണ്ടല്ലോ ഒരു ഡ്രസ്സ് ആൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റൂല കേട്ടോ. തീരും ക്ഷമ ഉണ്ടാവല്ലോ അവൾക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കണേ. ഇവരായിട്ട് എങ്ങോട്ട് പോയാലും ഇതാണ് അവസ്ഥ. പൊളിച്ച് പന്തലങ്ങോട്ട് വരും കേട്ടോ. അങ്ങനെ ഒടുക്ക ഡ്രസ്സ് കിട്ടി നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങാണ് ഗൈസ്. എനിക്കൊന്നും എടുക്കണം. അങ്ങനെ ഒടുക്കം ഡ്രസ്സ് എടുക്കാനാണ് കൊണ്ടുപോയിട്ട് എന്നെ പുറത്താക്കി വാതിലടിച്ചു ഗൈസ്. എന്താണെന്നല്ലേ, ആയിഷനെ എവിടെ നിൽക്കാനും സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ വന്നതാണ് കേട്ടോ. ഔറ എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് വരുന്നത്. കുറേ നേരം വെച്ചിട്ടൊന്നും തരേണ്ട ആവശ്യം വന്നിട്ടില്ല. എനിക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു എന്തെടുക്കണം എന്നുള്ളത്. അത് അവരോട് പറഞ്ഞത് അവരെനിക്ക് വേഗം തന്നെ എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പിടിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.